വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബെറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന തനി നാടൻ കറിയായ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 6 മുട്ട വേവിച്ച് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഗ്രേവി കൊടുക്കുന്നത് സവാളയാണ്, അതുകൊണ്ട് സവാള മാക്സിമം ഉപയോഗിക്കണം. ഞാനിവിടെ വലിയ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണ് ഉപയോഗിക്കുന്നെങ്കിൽ 6 എണ്ണം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ തോല് കളഞ്ഞിട്ട് വളരെ തിൻ സ്ലൈസായിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഈ കറി ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഈ കറിയിൽ കുറച്ച് എണ്ണയും കൂടുതലായിട്ട് ആവശ്യം വരും. ഒരു 6 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതിനകത്ത് ഗരം മസാല പൊടിയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെയൊന്നും ഞാൻ സാധാരണ ചേർക്കാറില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് സവാള എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. എത്ര സമയം കൂടുതൽ ഇത് നന്നായിട്ട് വഴറ്റുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കറി. അതുകൊണ്ട് സവാള മാക്സിമം നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ചൂടാകുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് നമുക്കൊരു 20 മിനിറ്റോളം സമയം വേണ്ടി വരും. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മൊരിഞ്ഞതുപോലെ ആകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 15-20 മിനിറ്റോളം കൊണ്ട് സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 4 വലിയ സവാള ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ടത് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്നിത് വഴറ്റാം. തക്കാളിയും നന്നായിട്ട് ഇതിൻ്റെ കൂടെ ചേർന്ന് ഒന്ന് വാടി കിട്ടണം. തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് 4-5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബാക്കി വെച്ചിട്ടുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല പുകഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയാൽ മാത്രമേ കറിക്ക് നല്ല സ്വാദുണ്ടാകത്തുള്ളൂ, നല്ലൊരു നിറവും കിട്ടത്തുള്ളൂ. ഈ മസാലയെല്ലാം മൂത്ത് നല്ലൊരു മണം വരും. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒരു നിറം വരുന്നത് വരെ മൂത്ത് നല്ലൊരു മണവും വരും. അതിൻ്റെ കളറും ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ച മണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്കിതിനകത്ത് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് 1 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഈ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് കഴിവതും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വയ്ക്കുക. എന്നാൽ മാത്രമേ മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നമുക്കിത് അടച്ചു വയ്ക്കാം. 4-5 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി ഇത് അടപ്പ് തുറന്ന് നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഒട്ടും ഈർപ്പമില്ലാത്ത രീതിയിൽ, വെള്ളമയം ഇല്ലാത്ത രീതിയിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഈ മസാല നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി 1-2 മിനിറ്റും കൂടെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞ് നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.